2016 മുതൽ മുകളിലേക്കുള്ള എല്ലാ വാഹനങ്ങൾക്കും നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. എഞ്ചിൻ ഗിയർ ബോക്സ് AC വാറണ്ടി കൊടുക്കുന്നുണ്ട്. പെയിന്റ് ക്വാളിറ്റി ഒക്കെ പക്കയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നലെ ഇറക്കിയ വണ്ടി പോലെ കിടക്കുകയാണ്. ഇത് അൾട്രോ സ്റ്റാറ്റഡ്. ഇങ്ങോട്ട് വരുമ്പോഴാണ് ഈ വണ്ടികളെല്ലാം സീറോ ഡൗൺ പേയ്മെന്റ് ആണ്. ഈ ടാറ്റയുടെ വണ്ടികളെല്ലാം നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് ഉള്ള വണ്ടികൾ കിട്ടും. അതും സീറോ ഡൗൺ പേയ്മെന്റ് പൈസ കൊടുക്കുന്നത്. വെറും 167 കിലോമീറ്റർ വണ്ടി. 167 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 167 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഓടിയിട്ടില്ല എന്ന് പറയാം. ഇന്ത്യയിൽ CTR പോലും പൊട്ടിച്ചിട്ടില്ല. നല്ല മൈലേജ് ആയിരിക്കും. പെട്രോൾ വിത്ത് ഹൈബ്രിഡ് ആണ്. അപ്പോൾ കുറച്ച് മൈലേജ് കൂടുതലായിരിക്കും വണ്ടിക്ക്. ക്വാളിറ്റി അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓട്ടോമാറ്റിക് ഡിസൈർ ആണ് ഈ കിടക്കുന്നത്. 2014 മോഡൽ. റയറസ്റ്റ് ഓഫ് ദ റയർ എന്നൊക്കെ പറയാൻ പറ്റിയ വണ്ടിയാണ്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. അനുപേട്ടാ, ഞങ്ങളിപ്പോൾ ന്യൂമറിസ് കാർസിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത്. ന്യൂമറിസ് കാർസിൽ അനുപേട്ടനാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ആലുവയിൽ ബാങ്ക് ജംഗ്ഷൻ അടുത്ത് GHS അപ്രോച്ച് റോഡിലാണ് ന്യൂമറിസ് കാർസിൻ്റെ ഷോറൂം വരുന്നത്. അപ്പോൾ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടികളെ ചാകരയാണ്. അതെ. പിന്നെ നമ്മുടെ ഷോറൂമിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ, പറഞ്ഞേ. നമ്മുടെ ഷോറൂം ആലുവയിൽ ബാങ്ക് ജംഗ്ഷനിലാണ്. GHS അപ്രോച്ച് റോഡിലാണ് നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അതെ. 2016 മുതൽ മുകളിലേക്കുള്ള എല്ലാ വാഹനങ്ങൾക്കും നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. എഞ്ചിൻ ഗിയർ ബോക്സ് AC വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ MBD ഓതറൈസ്ഡ് ഡീലർഷിപ്പാണ്. അപ്പോൾ അത്യാവശ്യം വേണ്ട വണ്ടികളെല്ലാം നിങ്ങൾ വിസിറ്റ് ചെയ്യുക. ഫുൾ ഫിനാൻസ് സൗകര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള ഷോറൂം കൂടിയാണ്. ISO സർട്ടിഫൈഡ് 901 9001 2015 ആ സർട്ടിഫിക്കറ്റ് ഉള്ള ഷോറൂമാണ്. അത് വെറുതെ ഒന്നും കിട്ടുന്നതല്ല, നല്ല വണ്ടികൾ വെക്കുമ്പോൾ കിട്ടുന്ന സാധനമാണല്ലേ. അപ്പോൾ അടിപൊളി വണ്ടികളാണ്. നമ്മൾ വണ്ടി പരിചയപ്പെട്ട് തുടങ്ങാം. അനുപേട്ടന് കുറച്ച് തിരക്കുണ്ട്. ഒരുപാട് കച്ചവടങ്ങൾ ഉള്ളിൽ പിന്നമ്പുറത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കിലേക്ക് അനുപേട്ടനെ വിടുകയാണ്. ഇന്ന് വീഡിയോ അവതരിപ്പിക്കുന്നത് ഞാനും അജാസും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ വണ്ടികൾ പരിചയപ്പെട്ടു തുടങ്ങാം. അപ്പോൾ നമ്മൾ വണ്ടികൾ ഓരോന്നായിട്ട് പരിചയപ്പെടാൻ പോവാണ്. അജാസ് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത് ഏതാ മോഡൽ എന്ന് പറഞ്ഞോ? ഇത് മാരുതി സുസുക്കി സ്വിഫ്റ്റ് VXi AMT 2018 മോഡലാണ്. 2018 മോഡലാണ്. എത്രാമത്തെ ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. പെട്രോൾ ആണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ പറയുകയാണെങ്കിൽ 74,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 74,000 ഓടിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ വില എത്ര ആയിരിക്കും? വണ്ടിയുടെ വില വരുന്നത് 6,15,000 രൂപയുടെ വണ്ടി റേറ്റ് വരുന്നത്. 6,15,000 ഏകദേശം ഒരു 30-40 ഡൗൺ പേയ്മെന്റിലൊക്കെ നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും അടിപൊളിയായിട്ട് നിൽക്കുന്നത്. ഇവിടുത്തെ വണ്ടികളെല്ലാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം. ഇന്നലെ ഷോറൂമിൽ ഇറക്കിയ വണ്ടി വല്ല പെയിന്റ് ക്വാളിറ്റി ആയാലും ഇന്റീരിയർ ആയാലും എല്ലാം സെറ്റപ്പ് ആയിരിക്കും അല്ലേ? സെറ്റപ്പ് ആയിരിക്കും. പിന്നെ നിങ്ങൾ വണ്ടി എടുക്കാൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും പരിഹരിച്ചായിരിക്കും നിങ്ങൾക്ക് വണ്ടി തരുന്നത്. പിന്നെ ഫിനാൻസിന്റെ ഡീറ്റെയിൽ നമ്മൾ ഇന്റർവ്യൂവിൽ പറഞ്ഞില്ലാന്ന് തോന്നുന്നു. ആധാർ കാർഡ്, പാൻ കാർഡ്, 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നിവയാണ് ഒരു പ്രാഥമിക ഘട്ടം. നമ്മുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ആധാർ കാർഡും പാൻ കാർഡും ആണ് വേണ്ടത്. അത് വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 അവറിനുള്ളിൽ നിങ്ങൾക്ക് ഫിനാൻസ് എങ്ങനെ വീഴും, എത്രത്തോളം ഡൗൺ പേയ്മെന്റ് അടയ്ക്കണമെന്നെല്ലാം അറിയാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ബാക്കി ഡോക്യുമെന്റ്സ് ആവശ്യം വരുന്നുള്ളൂ. ഇതെല്ലാം ഫിനാൻസ് എല്ലാം ചെയ്ത് 3-4 ദിവസത്തിനുള്ളിൽ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് വണ്ടി കയ്യിലേക്ക് തരുന്നതായിരിക്കും. അത് നമുക്ക് വണ്ടിയുടെ ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം. ഇന്റീരിയറിലേക്ക് കിടക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇന്റീരിയറിലേക്ക് കിടക്കുമ്പോൾ വണ്ടി മൊത്തത്തിൽ ഷോക്ക്, ഈ വീൽ കപ്പൊക്കെ മാറ്റിയിട്ടുണ്ട്. മൊത്തത്തിൽ ഷോക്ക് കണ്ടീഷനാണ് വണ്ടി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, വേറെ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. നല്ല ക്വാളിറ്റി തന്നെയാണ് കിടക്കുന്നത്. റിയർ ബാഗും ആണെങ്കിലും എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ടേക്കാണ്. അനുപേട്ടൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇന്ന്, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തിരക്കായതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും അവതരിപ്പിക്കുന്നത്. അപ്പോൾ അടുത്ത സ്വിഫ്റ്റ് 2018 സെയിം 2018 സ്വിഫ്റ്റ് VXi AMT ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ വരുന്നത് 71,000 കിലോമീറ്റർ ആണ്. പെട്രോൾ ആണ് വരുന്നത്. പിന്നെ ഇൻഷുറൻസ് എല്ലാം ടിക്കറ്റാണ്, എല്ലാം സെറ്റാണ്. അതെല്ലാം ഓക്കെ ആയിരിക്കും കേട്ടോ. ഇൻഷുറൻസ് തീർന്ന വണ്ടിയൊക്കെ ആണെങ്കിൽ ഇൻഷുറൻസ് റിന്യൂ ചെയ്തിട്ട് തരുള്ളൂ. ബാക്കി വണ്ടിയുടെ വില വരുന്നത് 6,25,000 രൂപ വണ്ടി കൊടുക്കാൻ പറ്റും. 6,25,000 ചോദിക്കുന്നത്. ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. ഫിനാൻസ് കയറും. ഏകദേശം 5,80 ഫിനാൻസ് കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 40-50 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നതാണ്. വണ്ടിയുടെ കണ്ടീഷൻ ഓക്കെ ഉണ്ടോ? 2013 മുകളിലേക്കുള്ള എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് വീഴുന്നതായിരിക്കും. ഈ വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടുത്തെ ഒറ്റ വണ്ടിക്ക് റീപ്ലേസ്മെന്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഓരോ വണ്ടി എടുത്ത് ചെല്ലുമ്പോഴും അതില്ല എന്ന് പറയുന്നില്ല. എല്ലാ അടിപ്പം കണ്ടീഷനിൽ കിടക്കുന്ന വണ്ടിയാണ്. വണ്ടി ഇന്റീരിയർ നോക്കിയാലോ? വണ്ടിയുടെ ഇന്റീരിയർ കാണിച്ചു തരാം. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ വണ്ടി ലോക്കായിരിക്കണം ഗൈസ്. നോക്കാണല്ലേ? ഇന്ത്യയിൽ കുഴപ്പമില്ല, എല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ്. ഇത് കാണാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ പേജിൽ ഉണ്ടാവില്ലായിരുന്നു. എല്ലാ വണ്ടിയുടെ ഇന്റീരിയർ ലോക്ക് അല്ലാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ തുറന്നിടാൻ ചെക്ക് അൺലോക്ക് ആയിട്ടുള്ള വണ്ടികളുടെ എല്ലാം കാണിക്കട്ടെ. വീണ്ടും സ്വിഫ്റ്റ് ഇത് 2014-15 രജിസ്ട്രേഷൻ. LXi ആണ്. ഓപ്ഷണൽ ആണ്. 1,80,900 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നടക്കുന്നത്. അതിന്റെ വില വരുന്നത് 4,15,000 രൂപയാണ് വില വരുന്നത്. 4,15 ആണ്. ഫിനാൻസ് കിട്ടും. ഏകദേശം പറയുകയാണെങ്കിൽ
ഒരു 70-80 രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ വണ്ടി ഫിനാൻസ് ആയിട്ട് ഇടുന്നതായിരിക്കും. Finance വണ്ടിയുടെ ക്വാളിറ്റി ഉണ്ട്. 2014-15 രജിസ്ട്രേഷൻ ആണെങ്കിൽ ആ ഒരു തിളക്കം കാര്യങ്ങളും സെറ്റാണ്. പെയിന്റ് ക്വാളിറ്റി ഒക്കെ പക്കയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നലെ ഇറക്കിയ വണ്ടി പോലെ കിടക്കുകയാണ്. ഇന്റീരിയറിലും സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ്. നമുക്ക് നോക്കാം. ഇന്റീരിയർ ഓക്കെ ആണോ നോക്കിയേ. സീറ്റ് കവർ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. സീറ്റ് കവറൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. മ്യൂസിക് സിസ്റ്റം മാറ്റിയിട്ടുണ്ട് ചെറുതായിട്ട്. സീറ്റ് കവർ മാറ്റിയിട്ടുണ്ട്. അത് കാണിച്ചു കൊടുത്തരാ. സെറ്റാണ് കേട്ടോ. എക്സ്ട്രാ ടച്ച് സ്ക്രീൻ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഒരുപാട് വണ്ടി ഉണ്ട്. നമ്മൾ വേഗം തീർക്കുകയാണ്. അടുത്തത് ഒരു ഇയോൺ ആണ്. അടുത്ത ഇയോൺ ആണ് വരുന്നത് കേട്ടോ. ഇയോണിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇയോൺ എറയാണ് 2016 മോഡലാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. പെട്രോൾ ആണ്. ഇതിന്റെ 800 cc ആണ്, പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഡീറ്റെയിൽ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. വണ്ടി 2016 ആണെങ്കിലും സെറ്റപ്പാണ് കാണാൻ. സെറ്റപ്പാണ്. വില വരുന്നത് 2,55,000 രൂപ. 2,55,000 രൂപ നമുക്ക് വണ്ടി ഫൈനലൈസ് ചെയ്യട്ടോ. വണ്ടി എല്ലാം ഫൈനലൈസ് ആണ്. മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് നമുക്ക് വേണ്ടി നമ്മൾ സെറ്റാക്കി മുതലാളിയോട് ചോദിച്ചിട്ട് വില കുറച്ചാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് വില നോക്കുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വരുന്നത്. ആ സമയത്ത് കുറക്കുന്നതാണ് ഞാൻ. ഇത് 2 ലക്ഷം രൂപ വരെ ഫിനാൻസ് കയറും കേട്ടോ. ബാക്കി നമുക്ക് ഓരോ ഡൗൺ പേയ്മെന്റ് ആയിട്ട് അടച്ചു 50-55 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു നിങ്ങൾക്ക് ഇറക്കാം. അടുത്ത അൾട്രോസ് ടാറ്റ. അങ്ങോട്ട് വരുമ്പോഴാണ് ഈ വണ്ടികളെല്ലാം 0 ഡൗൺ പേയ്മെന്റ് ആണ്. ഈ ടാറ്റയുടെ വണ്ടികളെല്ലാം നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് ഉള്ള വണ്ടികളാണ്. 0 ഡൗൺ പേയ്മെന്റ് ഉള്ള വണ്ടികളാണ്. നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞായിരുന്നു ഇത് മൊത്തം 0 ഡൗൺ പേയ്മെന്റ് ആണ്. അത് 1 രൂപ പോലും കൊടുക്കാതെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ വണ്ടികളാണ്. അപ്പോൾ 0 ഡൗൺ പേയ്മെന്റ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ട്രാക്ക് കറക്റ്റ് ആയിരിക്കണം. സിബിൽ സ്കോർ 700 പ്ലസ് 700 മേലെ സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് 0 ഡൗൺ പേയ്മെന്റ് കിട്ടുള്ളൂ. ഇത് ടാറ്റ അൾട്രോസ് XZ പ്ലസ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 2022 രജിസ്ട്രേഷൻ ആണ്. പെട്രോൾ ആണ് വേരിയന്റ് വരുന്നത്. 43,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. ഓക്കെ. പിന്നെ ഇൻഷുറൻസ് ഓക്കെയാണ്. ഇൻഷുറൻസ് ഒക്കെ ഓക്കെയാണ്. അത് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. വണ്ടിയുടെ വില വരുന്നത് 7,15,000 രൂപയ്ക്ക് വണ്ടി നമുക്ക് ലാസ്റ്റ് കൊടുക്കാൻ പറ്റും. ഏകദേശം 680, 690 നമുക്ക് ഫുൾ ഫിനാൻസ് ആണ് കിട്ടുന്നത്. മാറിപ്പോയതാണ്. ഫുൾ ഫിനാൻസ് 0 ഡൗൺ പേയ്മെന്റ്. ഫുൾ ഫിനാൻസ് ആണ്. ഇത് നോർമലി ട്രാക്ക് ഓക്കെ അല്ലാത്തവർക്ക് ഏകദേശം 30,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും വണ്ടിയാണ്. അപ്പൊ വണ്ടി അവിടെ ഇന്റീരിയറിലേക്ക് നോക്കിയാലോ. ഇന്റീരിയർ നോക്കി നോക്കൂ. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ സെറ്റാണ്. ഷോക്ക് കണ്ടീഷൻ തന്നെയാണ് കിടക്കുന്നത്. ഫുൾ ബ്ലാക്ക് ആണ് വണ്ടി. ബ്ലാക്ക് ആണ്. ഇന്റീരിയറും ബ്ലാക്ക് ആണ്. ഡാർക്ക് എഡിഷൻ ആണ്. ഡാർക്ക് എഡിഷൻ ആണ്. ഇവിടെ ഡാർക്ക് ഉണ്ട്. ഡാർക്ക് എഡിഷൻ. ഡാർക്ക് എഡിഷൻ ആണ്. വണ്ടിയുടെ ഇന്റീരിയറിലുള്ള എല്ലാ സംഭവങ്ങളും ഡാർക്ക് ആണ്. എല്ലാം ഡാർക്ക് ആയിരിക്കണമല്ലോ. അതാണല്ലോ ഡാർക്ക് എഡിഷൻ എന്നുള്ള പേര് വന്നത്. അപ്പോൾ വണ്ടി പൊളി വണ്ടിയാണ്. പൊളി വണ്ടി അടിച്ചു പൊളിഞ്ഞല്ല, അടിപൊളി കിടിലൻ വണ്ടിയാണ്. അടുത്ത വീണ്ടും ഒരു 0 ഡൗൺ പേയ്മെന്റ് വണ്ടി വരുന്നുണ്ട്. ടിയാഗോ XZ AMT 2020 മോഡലാണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ പറയുകയാണെങ്കിൽ 82,000 കിലോമീറ്റർ ആണ്. വില വരുന്നത് 5 ലക്ഷം രൂപ കൊടുക്കാം കേട്ടോ. 5 ലക്ഷം. വെറും 5 ലക്ഷം രൂപ ഈ വണ്ടി കിട്ടും. അതും 0 ഡൗൺ പേയ്മെന്റ്. 5 ലക്ഷം രൂപയും നിങ്ങൾക്ക് ഫിനാൻസ് കയറുന്നതായിരിക്കും. അടുത്ത വീണ്ടും ടിയാഗോ വരുന്നുണ്ട്. ഇത് 2024 മോഡലാണ് കേട്ടോ. 24 മോഡൽ. 2023-24 രജിസ്ട്രേഷൻ. XZ A+ വണ്ടിയാണ് വരുന്നത്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. 11,000 കിലോമീറ്റർ ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഈ രണ്ട് വണ്ടി ഓട്ടോമാറ്റിക് ആണ്. എന്താ പറഞ്ഞത്? പെട്രോൾ ആണ് വേരിയന്റ് വരുന്നത്. വില വരുന്നത് 7,55,000 രൂപ. 7,55,000 രൂപ വണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതും ഫുൾ ഫിനാൻസ് ആണ്. ഒറ്റ പൈസ കൊടുക്കണ്ട. നമുക്ക് ഇന്റീരിയർ ജസ്റ്റ് ഒന്ന് നോക്കാം. വണ്ടി ഇന്റീരിയർ ഷോക്ക് കണ്ടീഷൻ ആണ് കേട്ടോ. നമ്മൾ ചില വണ്ടികൾ ലോക്ക് ആയതുകൊണ്ടാണ് ഇന്റീരിയർ കാണിക്കാത്തത്. മാക്സിമം എല്ലാ വണ്ടികളും കാണിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. വീണ്ടും അൾട്രോസ് വരുന്നുണ്ട്. 0 ഡൗൺ പേയ്മെന്റ് വണ്ടിയാണ് ഇത് വരുന്നത്. അൾട്രോസിന്റെ വേരിയന്റ് XE ആണ്. 2020 മോഡല്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 21,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. പെട്രോൾ വണ്ടിയാണ്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. മാനുവൽ ആണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ വില വരുന്നത് 5,18,000 രൂപ വണ്ടി ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. ഇതും ഫുൾ ഫിനാൻസ് ആണ്. കയ്യിൽ ഒറ്റ പൈസ ഉണ്ടെങ്കിലും ഇങ്ങോട്ട് വരാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ ട്രാക്കും കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഫുൾ കിട്ടുള്ളൂ. വീണ്ടും പറയുന്നതാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഫുൾ ഫിനാൻസ് പറഞ്ഞിട്ട് വന്നിട്ട് വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ വണ്ടി കിട്ടുള്ളൂ. നിസ്സാര പൈസക്ക് ഏകദേശം ഒരു 25-30 ഡൗൺ പേയ്മെന്റിൽ ബാക്കി എല്ലാവർക്കും വണ്ടി കിട്ടുന്നതായിരിക്കും. നമ്മൾ ഈ വണ്ടികൾക്കെല്ലാം നേരത്തെ പറഞ്ഞ പോലെ 2016 മോഡലിലേക്കുള്ള എല്ലാ വണ്ടികൾക്കും എഞ്ചിനും ഗിയർ ബോക്സിനും AC അല്ലേ, അതിനെല്ലാം വാറണ്ടി കിട്ടുന്നതായിരിക്കും. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഓക്കെ ഉണ്ടോ? ഇന്റീരിയർ അടിപൊളിയായിട്ട് കിടക്കും. സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് കിടക്കുന്നത്. എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. കുഴപ്പങ്ങളൊന്നുമില്ല. ടയറൊക്കെ ഓൾമോസ്റ്റ് എത്ര പെർസെന്റേജ് ഉണ്ടാവും?
ടയറൊക്കെ എല്ലാത്തിന്റെ ഓക്കെ ആയിരിക്കുമല്ലോ. ടയറിന്റെ കാര്യം നമ്മൾ വീഡിയോയിൽ പറയാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, തേഞ്ഞ ടയറാണെങ്കിൽ നമ്മൾ പുതിയ ടയർ ഇട്ട് കൊടുക്കുന്നതായിരിക്കും. പുതിയ ടയർ ഇട്ടായിരിക്കും വണ്ടി. ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടികൾക്കും ഫുൾ കട്ടയുള്ള ടയർ തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാ വണ്ടിക്കും ഫുൾ കട്ടാണ് ഉള്ളത്. ഇൻ കേസ് നിങ്ങൾ വന്നിട്ട് നിങ്ങൾ തൃപ്തി ആയില്ലെങ്കിൽ നമ്മൾ പുതിയ വണ്ടി സെറ്റ് ആക്കി കൊടുക്കുന്നതായിരിക്കും. പിന്നെ പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ പഴയ വണ്ടിയൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റം വരെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതെ, ആൻഡ്രോയിഡ് സിസ്റ്റം വരെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് തരും കേട്ടോ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ടാറ്റയ്ക്ക് ഇതിനൊക്കെ പ്രത്യേകതകളില്ലേ വണ്ടികൾക്ക്? നിസാര കിലോമീറ്റർ വണ്ടികളാണ്. ഇത് കൂടുതൽ ഉണ്ടായിരുന്നു. 3-4 വണ്ടികൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചായിരുന്നു. ഇനി വണ്ടികൾ വരാനുണ്ട്. അത് നമ്മൾ അതനുസരിച്ച് കേട്ടുന്നത്. വെറും 2600 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഇത്. ഇത് കുറഞ്ഞ കിലോമീറ്റർ ഓടിയ വണ്ടിയുണ്ട്. വെറും 2600 കിലോമീറ്റർ ഓടിയ നെക്സോൺ ഫിയർലെസ് എസ്. ഇതാണ് അതിന്റെ വേരിയന്റ് വരുന്നത്. 2023-24 രജിസ്ട്രേഷൻ. ഡീസലാണ് വണ്ടി വരുന്നത്. ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. വണ്ടിയുടെ വില വരുന്നത് 15,58,000 രൂപക്ക് ലാസ്റ്റ് നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. ഫുൾ ഫിനാൻസ് ആണ്, ഒറ്റ പൈസ കൊടുക്കണ്ട. ഓടിയ വണ്ടിയല്ല, നല്ല കിടിലം വണ്ടി. ഓക്കെ, അപ്പൊ ഇന്റീരിയർ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇന്റീരിയർ ഒന്ന് കാണിച്ചു കൊടുത്തോളൂ. ഇന്റീരിയർ നോക്കാൻ നേരത്ത് ലോക്കല്ല, കുഴപ്പമില്ല കേട്ടോ. ചെറുതായിട്ട് നല്ല ഇടിച്ച്. ഓക്കെ, എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, സ്റ്റോക്ക് കണ്ടീഷൻ അല്ലേ? സ്റ്റോക്ക് കണ്ടീഷൻ അവിടെ വരുന്നത്. നെക്സ്റ്റ് ഒന്നും ചെയ്യേണ്ട വണ്ടി എല്ലാ സംഭവങ്ങളും അതിനകത്ത് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ വണ്ടി ഉണ്ട്. വെറും 2600 കിലോമീറ്ററിലെ വണ്ടി ഓടിയുള്ളൂ. ഈ വണ്ടിയാണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. വെറും 167 കിലോമീറ്റർ വണ്ടി. 167 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 167 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഓടിയിട്ടില്ല എന്ന് പറയാം. ഓടിയിട്ടില്ല. ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാകും എന്തായാലും 167 കിലോമീറ്റർ അത് പറഞ്ഞു കൊടുത്തോ. റീസൺ എന്ന് പറയുകയാണെങ്കിൽ ഷോറൂം നിർത്തി പോയപ്പോൾ അവിടെ വണ്ടികളൊക്കെ കൊടുക്കൂലോ. ഷോറൂം അതിന്റെ ചെയ്തപ്പോൾ കിട്ടിയ വണ്ടികളാണ്. അപ്പൊ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടാനും പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിപാടികൾ ചെയ്യാനായിട്ട് മാത്രമാണ്. ആ ഒരു കിലോമീറ്റർ മാത്രമേ അത് കിടപ്പുള്ളൂ അല്ലേ? അതായത് പുതിയ വണ്ടി എടുക്കുന്നവർക്ക് ഏറ്റവും നല്ല ഓപ്ഷനാണ്. വെറും 167 കിലോമീറ്റർ വണ്ടിയാണ്. ഷോറൂം പ്രൈസിൽ വെച്ച് നോക്കുമ്പോൾ അതിൽ കുറവായിട്ടായിരിക്കും ഓൾമോസ്റ്റ് കിട്ടാം. വെയിറ്റിംഗ് ഇല്ല. വണ്ടി കിട്ടും. പിന്നെ ഓൾമോസ്റ്റ് 5 വർഷം വാറണ്ടി കാര്യങ്ങളെല്ലാം ഈ വണ്ടിക്ക് എല്ലാം വരുന്നുണ്ട്. കമ്പനി വാറണ്ടി വരുന്ന വണ്ടിയാണ്. 13,88,000 രൂപയാണ് വണ്ടിയുടെ റേറ്റ് വരുന്നത്. അതും ഫുൾ ഫിനാൻസ് ആണ്. ഒറ്റ 2023-24 വണ്ടി തന്നെയാണ്. പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം 167 സിംഗിൾ ഓണർഷിപ്പ് എല്ലാം കിടക്കുന്നത്. നെക്സോൺ ക്രിയേറ്റീവ് പ്ലസ് ആണ് വേരിയന്റ് വരുന്നത്. അതിന്റെ വേരിയന്റ് ഏതായിരുന്നു? അതിന്റെ വേരിയന്റ് വരുന്നത് ഫിയർലെസ് എസ്. ആ വേരിയന്റിന്റെ ഡിഫറൻസ് ആണ് പ്രൈസിൽ വരുന്നത്. ഇന്റീരിയറിൽ സീറ്റ് കവർ പോലും പൊട്ടിച്ചിട്ടില്ല. ഇന്റീരിയർ അതേ കണ്ടീഷൻ തന്നെ കിടക്കാണ്ടോ. നിങ്ങൾ നിങ്ങൾക്കുള്ള ചോദിക്കാൻ നേരത്തുള്ള ആൻസർ ആണ് ഇത് പറയാനുള്ളത്. സീറ്റ് കവർ പോലും പൊട്ടിച്ചുള്ള കേട്ടോ. പക്കാ ഷോറൂം കണ്ടീഷൻ. അതിൽ കൂടുതൽ ഒന്നും പറയാൻ. വണ്ടിയിൽ നിന്ന് പുതിയ അതായത് ഷോറൂമിൽ നിന്ന് വണ്ടി ഡെലിവറി ചെയ്യാൻ നേരത്തെ എങ്ങനെയാണ് അതേപോലെ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് ഡെലിവറി ചെയ്യാൻ നേരത്ത് ആ രീതിയിൽ ചെയ്തു കൊടുക്കാം. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ വേറെ ഒരുപാട് വണ്ടികൾ നടക്കുന്നുണ്ട്. ചെറിയ വണ്ടിയിലേക്ക് പോയാലോ? ചെറിയ വണ്ടി പരിചയപ്പെടാം. Hyundai i10 സ്പോർട്സ് 2009 മോഡല്. ഓണർഷിപ്പ് 4th ആണ്. 1,16,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ ആണ് വണ്ടി വരുന്നത്. വണ്ടിക്ക് ഫിനാൻസ് കിട്ടില്ല കേട്ടോ. 2009 ആണ് ഫിനാൻസ് കിട്ടില്ല. റെഡി ക്യാഷിന് 1,50,000 രൂപയ്ക്കൊക്കെ ലാസ്റ്റ് നമുക്ക് ഈ വണ്ടി ചെയ്യാൻ പറ്റുന്നത്. കിട്ടില്ല വണ്ടിയാണ്. അടുത്ത് എക്കോസ്പോർട്ട് ടൈറ്റാനിയം ആണ് വേരിയന്റ് വരുന്നത്. 2017 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1,28,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസൽ വണ്ടിയാണ്. ഇതിന്റെ വില വരുന്നത് 6,88,000 രൂപയാണ്. ഏകദേശം 6 ലക്ഷം രൂപയൊക്കെ ഫിനാൻസ് കയറും. ഒരു 80-85 രൂപ ഡൗൺ പേയ്മെന്റ്. 1 ലക്ഷത്തിൽ താഴെ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുന്നതാണ്. അടുത്ത വണ്ടിയുടെ എസ് പറയുകയാണെങ്കിൽ Hyundai Venue 1.2S. 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 29,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിക്കുന്നത്. പെട്രോൾ ആണ് വേരിയന്റ് വരുന്നത്. 7,25,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 6,90 നമുക്ക് ഫിനാൻസ് കിട്ടും. അപ്പോൾ ഒരു 35,000 രൂപ 40 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുന്നതാണ്. ഇന്റീരിയർ കാണിക്കണ്ടേ? ഇന്റീരിയർ ഒന്ന് കാണിച്ചു കൊടുത്തോളൂ. ഇന്റീരിയർ ഓപ്പൺ ആണോ നോക്കിയേ. ഇന്റീരിയർ ഓപ്പൺ ആണെന്ന് നോക്കാം. ഓപ്പൺ ആണ്. ഇത്രയും വണ്ടികൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഇന്റീരിയർ കാണിക്കാൻ കുറച്ച് പ്രയാസമാണ്. നമ്മൾ കാണിക്കുന്നതായിരിക്കും. സ്പെഷ്യലായിട്ടൊന്നും ചെയ്തല്ല കേട്ടോ. സ്റ്റോക്ക് കണ്ടീഷനാണ് വണ്ടി. ഈ വണ്ടിക്കും ആസ് യൂഷ്വൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് മേജർ ആക്സിഡന്റ്, ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടുള്ള വണ്ടികൾ, കിലോമീറ്റർ മറിച്ച വണ്ടികൾ, ഇങ്ങനത്തെ വണ്ടികളൊന്നും നമ്മൾ എടുക്കുന്നില്ല ഈ ഷോറൂമിൽ ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഓരോ വണ്ടി എടുത്തെടുത്ത് പറയുന്നത്. അടുത്തത് ഇന്നോവ. അപ്പൊ ഇത് 2014-15 രജിസ്ട്രേഷൻ റീവണ്ടി ആണ്. രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഡൽഹിയിൽ നിന്ന് കേരള ആക്കിയിട്ടുണ്ട്. ഇന്നോവ 2.5 ഡീസൽ 1,82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പാണ് നടക്കുന്നത്. വണ്ടിയുടെ വില വരുന്നത് 8,58 വരുന്നത്. 8,58 വരുന്നത്. ഏകദേശം 7 ലക്ഷം രൂപ ഫിനാൻസ് കിട്ടും. ഒരു 1.5 രൂപ 1.30 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ഇത് കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണ് കേട്ടോ. നമ്മൾ സാധാരണ റീവണ്ടി വരുമ്പോൾ പലരും കിലോമീറ്റർ ജെനുവിൻ പറയാറില്ല. ഇത് കിലോമീറ്റർ ജെനുവിൻ ആണ്. റീപ്ലേസ്മെന്റ് ഇല്ല.
അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഗ്യാരണ്ടി തരാൻ പറ്റും. വണ്ടി അടിപൊളി കണ്ടീഷൻ തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ, അടുത്തൊരു 7 സീറ്റർ അല്ലേ? 7 സീറ്റർ 7 അല്ല, അതിൽ കൂടുതൽ കയറൂല. എത്ര പേര് കയറും? 7 സീറ്റർ ആക്കാം, 5 സീറ്റർ ആക്കാം. കിട്ടുന്ന വണ്ടിയാണ് റിനോൾട്ട് ട്രൈബർ RXT വേരിയന്റ് 2023 മോഡലാണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വെറും 23,000 കിലോമീറ്റർ. പെട്രോൾ ആ ഒരു 23,000 കിലോമീറ്ററിന് കാട്ടിയുള്ള ക്വാളിറ്റി കാണാനുണ്ട്. പെട്രോൾ ആണ് വേരിയന്റ് വരുന്നത്. 6,15,000 രൂപയാണ് നമുക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഏകദേശം 5,80, 5,90 ഒക്കെ നമുക്ക് ഫിനാൻസ് കിട്ടും. അപ്പോൾ ഒരു 35,000 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റുന്നതാണ്. ഈ വണ്ടിക്കുള്ള പ്രത്യേകത നമ്മൾ ആദ്യം പറഞ്ഞത്, എത്ര സീറ്റ് ആയിട്ട് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ ഒരു മാറ്റി 5 സീറ്റർ ആക്കാം, 7 സീറ്റർ ആക്കാം. ഇതിന്റെ ഒരു യൂസർ റിവ്യൂ നമ്മുടെ ചാനലിൽ വിട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് അത് വേണമെങ്കിൽ കാണാം. അടിപൊളി വണ്ടിയാണ് കേട്ടോ. അടിപൊളി വണ്ടിയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ബ്രിയോ എസ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 2012 മോഡൽ കേട്ടോ. 95,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വണ്ടിയാണ്. ഫിനാൻസ് കിട്ടില്ല കേട്ടോ, റെഡി ക്യാഷ് അടിക്കേണ്ടി വരും. 2,88,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ആ ഒരു കിടിലൻ വണ്ടിയാണ്. ബ്രിയോ അത്യാവശ്യം എൻക്വയറി വണ്ടിയാണ്. ഇഷ്ടംപോലെ കോൾ വരുന്നുണ്ട്. അടുത്തത് റാപ്പിഡ്, സ്കോഡ റാപ്പിഡ് സ്റ്റൈൽ എന്നാണ് വേരിയന്റ് വരുന്നത്. സ്റ്റൈൽ 2017 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1,14,000 കിലോമീറ്റർ, പെട്രോൾ വേരിയന്റ് ആണ് വരുന്നത്. ഇൻഷുറൻസ് എല്ലാം ന്യൂ ആണ്. വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 5,45,000 രൂപ നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം 5 ലക്ഷം രൂപ ഫിനാൻസ് കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 50,000 രൂപ താഴെ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ ഒരു കിടിലൻ സെഡാൻ വണ്ടി ഇറക്കാം. ഓക്കെ, ഇന്റീരിയർ നോക്കിയാലോ? ഇന്റീരിയർ കാണിച്ചു കൊടുത്തോളൂ. ഇന്റീരിയർ സെറ്റപ്പാണ്. എല്ലാ വണ്ടിയുടെ ഇന്റീരിയർ സെറ്റപ്പാണ്, ഒന്നും പറയാനില്ല. ചില വണ്ടികൾ കാണാൻ നേരത്ത് സീറ്റൊക്കെ ചില വെള്ളമായിട്ടിരിക്കും. ഇതെല്ലാം ഓക്കെ ഉണ്ടോ? ഇവിടെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ വണ്ടി എടുത്തിട്ട് അതുപോലെ തന്നെ വിൽക്കുകയല്ല. വണ്ടി എടുത്തിട്ട് അതിനെന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ, അതായത് പെയിന്റ് ചെറിയ സ്ക്രാച്ച് ഉണ്ടെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങൾ പുതിയ ഷോറൂമിൽ എങ്ങനെയാണോ വണ്ടി എടുക്കുന്നത് ആ ഒരു കണ്ടീഷനിലേക്ക് ആക്കി തരും ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്തത് ഏതാ വണ്ടി? എക്സെന്റ് ആണ്. ഹ്യുണ്ടായുടെ എസ് ആണ് വേരിയന്റ് വരുന്നത്. 2014 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 52,000 കിലോമീറ്റർ, പെട്രോൾ ആണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ റേറ്റ് വരുന്നത് 3,68,000 രൂപ നമുക്ക് വണ്ടി ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 3 ലക്ഷം രൂപ ഫിനാൻസ് കിട്ടും. അപ്പോൾ ഒരു 68,000 രൂപ, 70,000 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ വണ്ടി എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഹ്യുണ്ടായുടെ വണ്ടികൾക്കും ടാറ്റയുടെ വണ്ടികളും തന്നെ ഫുൾ ഫിനാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇടയ്ക്ക് കണ്ട വെന്യൂവിനൊക്കെ ഫുൾ ഫിനാൻസ് വീഴാൻ സാധ്യതയുള്ള വണ്ടി തന്നെയാണ്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്റീരിയർസ് കാണിച്ചു കൊടുക്കാം. ഇതെല്ലാം ഓക്കെയാണ്. എന്നാലും നമുക്ക് എല്ലാ ഇന്റീരിയറും കാണിച്ചില്ല എന്ന് കമന്റ് വരും. അതുകൊണ്ടാണ് ചാനലിലെ പ്രത്യേകത അത് തന്നെയാണ്. എല്ലാ വണ്ടിയുടെ ഇന്റീരിയർ നമ്മൾ കാണിക്കും. ഇന്നിപ്പോൾ ഇത്രയും വണ്ടികൾ ഉള്ളതുകൊണ്ടും ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യുന്നതുകൊണ്ടും ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ്. ഓക്കെ, അടുത്തൊരു എക്കോസ്പോർട്ട് 2014 മോഡൽ ഫോർഡ് എക്കോസ്പോർട്ട് ടൈറ്റാനിയം ആണ് വേരിയന്റ് വരുന്നത്. തേർഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിലവിൽ വെക്കുന്നത്. പെട്രോൾ ആണ് വേരിയന്റ് വരുന്നത്. 1,42,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 3,68,000 രൂപയാണ് വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഒരു 3,10 ഫിനാൻസ് കിട്ടും. 3,10 വരെ ഫിനാൻസ് കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 65 രൂപ 70 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നതാണ്. ഇന്റീരിയർ കാണിച്ചു കൊടുക്കാം. ക്യാമറമാൻ വരൂ. ഇന്റീരിയർ എല്ലാം ഓക്കെ ടേക്കാണ്. ഓക്കെ, ഇതെല്ലാം ഓക്കെ ഉണ്ട്, വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അവിടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് കേട്ടോ. എക്സ്ട്രാ ഇട്ടേക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പെഷ്യൽ വണ്ടികളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അടുത്തത് നമുക്ക് സിയാസ് കിടപ്പുണ്ടല്ലോ. കിടിലൻ സിയാസ് കിടക്കുന്നുണ്ട്. നമുക്ക് പറഞ്ഞായിരുന്നു, നമുക്കത് കാണിക്കണമല്ലോ. ഓക്കെ, സിയാസിന്റെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഏതാ മോഡൽ? 2018 മോഡലാണ്. ഇത് ഹൈബ്രിഡ് വേരിയന്റ് ആണ് കേട്ടോ. നല്ല മൈലേജ് ആയിരിക്കും. പെട്രോൾ വിത്ത് ഹൈബ്രിഡ് ആണ്. അപ്പോൾ കുറച്ച് മൈലേജ് കൂടുതലായിരിക്കും വണ്ടിക്ക്. അത്യാവശ്യം മൈലേജ് ഉണ്ട്. അതിനൊപ്പം ഈ മൈലേജ് കിട്ടും. സെക്കൻഡ് ഓൺഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ്. 66,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പോൾ 6,40,000 ആണ് വില വരുന്നത്. ഏകദേശം 40,000 ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വലിയ സെഡാൻ കിട്ടുന്നതായിരിക്കും. കിടിലൻ കണ്ടീഷൻ കണ്ടീഷനാണ് വണ്ടി വരുന്നത്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ കാണിച്ചു തരാം. ഇതെല്ലാം ഓക്കെ ഉണ്ടോ? ക്വാളിറ്റി അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. റിയറും കൂടി ഞാൻ കാണിച്ചു തരാം. ആണല്ലോ, അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്നത് ഒരു വെറൈറ്റി ഡിസയർ ആണ്. വെറൈറ്റി എന്താണെന്ന് പറയുകയാണെങ്കിൽ സ്വിഫ്റ്റ് ഡിസയർ VXI ഓട്ടോമാറ്റിക് ഡിസയർ ആണ് ഈ കിടക്കുന്നത്. 2014 മോഡൽ. റയറസ്റ്റ് ഓഫ് ദ റയർ എന്നൊക്കെ പറയാൻ പറ്റിയ വണ്ടിയാണ്. 14 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ്, പെട്രോൾ. 1,23,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. പിന്നെന്താ പറയാനുള്ളത്? വിലയാണ്. 3,88,000 രൂപയാണ് ഈ വണ്ടിയുടെ വില വരുന്നത്.
ഏകദേശം 3 ലക്ഷം രൂപ വരെ ഫിനാൻസ് കിട്ടും. ഏകദേശം അപ്പോൾ ഒരു 1 ലക്ഷത്തിൽ താഴെ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും. നമുക്ക് എടുക്കാൻ പറ്റിയ കിടിലൻ വണ്ടിയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി ആഗ്രഹിക്കുന്ന ഡിസൈർ നോക്കുന്ന ആൾക്ക് ഇതേ കിടക്കുന്നു. വണ്ടി റയർ വണ്ടിയാണ്. ഇന്റീരിയർ എല്ലാം ഓക്കെയാണ്, നമുക്ക് കാണിക്കുന്നില്ല. സ്റ്റോക്ക് കണ്ടീഷനിൽ കിടക്കുകയാണ്, ചെയ്തിട്ടില്ല. അടുത്തത് വീണ്ടും ഒരു സ്വിഫ്റ്റ് ഡിസൈർ വീഡിയോ വരുന്നുണ്ട്. 2013 മോഡലാണ് വണ്ടി വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. അതിന്റെ കിലോമീറ്റർ വരുന്നത് 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ എന്ന് പറയുമ്പോൾ ഡീസൽ വണ്ടിയാണ്. ഇത് ഡീസൽ വണ്ടിയാണ്. 3,88,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇതും ഏകദേശം 3 ലക്ഷം ഫിനാൻസ് കിട്ടും. 3 ലക്ഷം ഫിനാൻസ്, ഏകദേശം 90,000 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് കിട്ടില്ല. നല്ല കളറാണ്, ബ്ലാക്ക് കളർ വണ്ടിയാണ്. ഇന്റീരിയർ ഒന്ന് കാണിച്ചു കൊടുത്തത് വലിയ കുഴപ്പമൊന്നുമില്ല. 2013 വണ്ടിയല്ലേ? 13 വണ്ടി. അതിന്റെ ഒരു ഡൾനെസ് ഒന്നും ഇല്ലല്ലോ വണ്ടിയിൽ. ഒരു കുഴപ്പമില്ല. സീറ്റൊക്കെ നല്ല പ്ലസന്റ്, ഇന്റീരിയർ ഒക്കെ നല്ല പ്ലസന്റ് കണ്ടീഷനിൽ തന്നെ കിടക്കുകയാണ്. കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, അടിപൊളിയാണ്. ആകെ കുറവ് എന്ന് പറയുന്നത് ഇവിടെ ഒരു വീൽ കപ്പ് ഇല്ല കേട്ടോ. അത് വീൽ കപ്പൊക്കെ ഇട്ട് കൊടുക്കും. അത് ഇവിടുത്തെ അനുഭവനോട് പറഞ്ഞു കഴിഞ്ഞാൽ വീൽ കപ്പ് നിങ്ങൾക്ക് അങ്ങോട്ട് വരുമ്പോൾ കുറച്ച് വണ്ടികൾ കിടക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഓടിച്ച് കാണിച്ചിട്ട് നമുക്ക് വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യണ്ടേ? വൈൻഡപ്പ് ചെയ്യാം. ഇതെല്ലാം പുള്ളി പറഞ്ഞ പോലെ 0 ആയിരിക്കും എന്ന് വിചാരിക്കും. 0 ഡൗൺ പേയ്മെന്റ് വണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് കാണിച്ചേക്കാം. ടിഗോർ എടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ടിയാഗോ JTP 2019 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് സ്പോർട്സ് മോഡലാണ്. ഇത് ഇവിടെ എയർ ഇന്ത്യക്കിന്റെ സാധനങ്ങളൊക്കെ ബോണറ്റിലുണ്ട്. ഓക്കെ. 46,000 കിലോമീറ്റർ പെട്രോളാണ് വണ്ടി വരുന്നത്. ആസ്കിംഗ് റേറ്റ് വരുന്നത് 5,78,000 രൂപയാണ്. 5 ലക്ഷം വരെ ഫിനാൻസ് അല്ല, 0 ഡൗൺ പേയ്മെന്റ് കിട്ടാനുള്ള വണ്ടിയാണ്. അടുത്ത ടിയാഗോ ഇരിക്കുന്നുണ്ട്. ടിയാഗോ XZ AMT ഓട്ടോമാറ്റിക് ആണ്. 2017 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 60,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. പെട്രോൾ ആണ് വേരിയന്റ് വരുന്നത്. ആസ്കിംഗ് റേറ്റ് വരുന്നത് 4,88,000 രൂപയാണ്. ഏകദേശം അത്രയും ഫിനാൻസ് ഉള്ള ചാൻസ് ഉള്ള വണ്ടിയാണ്. അപ്പൊ വീണ്ടും ടിഗോർ XC ആണ് വേരിയന്റ് വരുന്നത് കേട്ടോ. 2019 ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 64,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. 3,88,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇതും ഫുൾ ഫിനാൻസ് വണ്ടിയാണ്. അപ്പൊ ഏകദേശം 5-8 ഫുൾ ഫിനാൻസ് വണ്ടികൾ നമുക്ക് കാണിച്ചല്ലേ? നമുക്ക് അപ്പൊ നമുക്ക് ടാറ്റയുടെ എല്ലാ വണ്ടികൾക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹ്യൂണ്ടായുടെ വണ്ടികൾക്കും ഫുൾ ഫിനാൻസ് കിട്ടും കേട്ടോ. ഏകദേശം പറയുകയാണെങ്കിൽ 10-ഓളം വണ്ടികൾ 10-15ഓളം വണ്ടികൾ നമുക്ക് ഫുൾ ഫിനാൻസ് കിടക്കുന്നുണ്ട്. പിന്നെ ഏകദേശം ഇവിടെ പറയുകയാണെങ്കിൽ എത്ര വണ്ടി ഉണ്ടാവും മൊത്തത്തില്? അത് ഞാൻ എണ്ണിയില്ല, കുറെ വണ്ടികളുണ്ട്, ഇഷ്ടം പോലെ. ഏകദേശം ഒരു 10, 50, 55, 60ഓളം വണ്ടികളുണ്ട്. അത്രയും വണ്ടികൾ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, കാരണം വീഡിയോയുടെ ലെങ്ത് കൂടും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും വേണമെങ്കിൽ ന്യൂമറസ് കാർസ് കേരള എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി കഴിഞ്ഞാൽ എല്ലാ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ഇതുകൂടാതെ ഇവർക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ ഓൾറെഡി സിംഗിൾ വണ്ടികളായിട്ട് നമ്മൾ അനുവേട്ടം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആള് തിരക്കിലാണ്, ആളകത്തുണ്ട്. അപ്പോൾ ഓൾറെഡി വാറണ്ടി കാര്യങ്ങളെല്ലാം ഇൻട്രോ പറഞ്ഞില്ലേ? വാറണ്ടി ഒക്കെ പറഞ്ഞു. 2016 ശേഷമുള്ള എല്ലാ വണ്ടികൾക്കും എഞ്ചിൻ, ഗിയർ ബോക്സ്, AC അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം വാറണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഉണ്ട്, അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് MBD ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും പല ഷോറൂമിലും നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഓക്കെ ടേക്ക് ചെയ്യുന്ന ഷോറൂമാണ് നമ്മുടെ ആലുവയില് ബാങ്ക് ജംഗ്ഷനിലുള്ള ന്യൂമറസ് കാർസ് കേരളയിലാണ്. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും ഡൗട്ട് ഉണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം സെറ്റായി കൊടുക്കുന്നതായിരിക്കും. ഫിനാൻസിന്റെ ഡീറ്റെയിൽസ്, ഈ ഡൗൺ പേയ്മെന്റ് ഒക്കെ നമുക്ക് ഏകദേശം കണക്കാണ് പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ട്രാക്ക് പ്രൊഫൈൽ അനുസരിച്ചായിരിക്കും അത് ഫിനാൻസ് ടീം ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഓടിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചിന്തിക്കും ഞങ്ങൾ രണ്ടുപേരും കൂടി എന്തിനാ വീഡിയോ ചെയ്തെന്നുള്ളത്. അതൊരു സന്തോഷം. അനുപേട്ടൻ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ക്യാമറ ഇവിടുത്തെ ഒരു സ്റ്റാഫിന്റെ കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യാന്ന് വെച്ചാൽ വേറെ ഒരു റീസണും ഇല്ല. ഒരാൾക്ക് ചെയ്താൽ പോരെന്നൊക്കെ ചിലപ്പോൾ കമന്റ് വരാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ ചുമ്മാ സപ്പോർട്ടിങ്ങിന് വേണ്ടി ഒരു വെറൈറ്റി കൊണ്ട് ചെയ്താണ്. ഇവിടെയും കുറച്ച് നാൾ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പല സ്ഥലത്തും ഇതുപോലെ തുടക്കത്തിലൊക്കെ ഇങ്ങനെയായിരുന്നു, അവൈലബിൾ അല്ലാത്ത ഈ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. നമ്മൾ അടുപ്പുള്ള ഷോറൂമിൽ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആള് ചെയ്തോളാൻ പറഞ്ഞുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ ഇരുട്ടാവുന്നു, കൂട്ടിക്കയറാൻ സമയമാവുന്നു. ചിലപ്പോൾ നമ്മളെ കാണുമ്പോൾ ചിലപ്പോൾ കളറെല്ലാം പോയി കിടക്കായിരിക്കും. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇരുട്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ ക്ലാമറൊക്കെ പോകും. അപ്പോൾ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിക്കുക, കമന്റ് ബോക്സിൽ ഇടുക, എന്തെങ്കിലും ചെയ്യുക, ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പുതിയൊരു വണ്ടി സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.